ഹലോ ഗൈസ്, രാവിലെ കുട്ടൂസിന് എണീറ്റിട്ടുണ്ട്. ഇപ്പം രാവിലത്തെ കായികാഭ്യാസങ്ങളൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഗൈസ്. ഇപ്പോൾ രാവിലെ എണീറ്റ് എന്നെ വിളിച്ച് എന്നെ ഈ മുറ്റത്ത് കൊണ്ട് ഇരുത്തിയിട്ടേ പുള്ളിക്കാരൻ ഈ മുറ്റത്ത് നിൽക്കുകയുള്ളൂ. എല്ലാത്തിനും പേടിയാണ്. എന്നിട്ട് വലിയ ധൈര്യമാണെന്നുള്ള ഭാവം അവന്. കണ്ടോ, ഇന്നത്തെ കായികാഭ്യാസം കണ്ടോ, ഒരു വടിയെടുത്ത് അത് ഇപ്പം 4 കഷ്ണങ്ങളാക്കി കഴിഞ്ഞാലേ അവന് ഇനി സമാധാനം ആവുള്ളൂ. നേരത്തെ തുണിയോടായിരുന്നു ക്രേസ് മൊത്തം. ഞാൻ പിന്നെ ആ തുണിയുടെ പരിപാടി അങ്ങ് നിർത്തി. ഇവൻ ഈ തുണിയും എടുത്ത് വെച്ച് വായിൽ വെച്ചോണ്ടങ്ങിരിക്കും. എന്നിട്ട് റൂമിനകത്ത് എല്ലാം വലിച്ചെടുത്തുകൊണ്ട് നടക്കുമ്പോഴത്തേന് റൂമെല്ലാം അങ്ങ് നാശമാകും. അപ്പോഴത്തേന് പിന്നെ ഏതായാലും കുറേ നാളായിട്ട് ഇപ്പോൾ ഒരു ബോളയിലായിരുന്നു പരിപാടി മൊത്തം. ബോൾ എടുത്തുകൊണ്ട് അങ്ങ് നടക്കും. അത് കീന്ന് വെക്കുന്ന ഒരു ബോളായിരുന്നു. മോൻ കൊണ്ടുവന്ന് കൊടുത്തതായിരുന്നു. അത് ആരാന്നറിയത്തില്ല, എടുത്തുകൊണ്ട് ആരോ പോയി. ഗേറ്റിനകത്തുനിന്ന് അടുത്തെങ്ങാണ്ട് കിടന്നപ്പോൾ ഗേറ്റിനകത്ത് കൈയിട്ടെങ്ങാണ്ട് പിള്ളേരോ വല്ലതും കളിക്കാൻ വന്നപ്പോൾ എടുത്തുകൊണ്ട് പോയതായിരിക്കാം. കാണുന്നേ ഇല്ല. ഈ വീട് മൊത്തം അരിച്ച് പെറുക്കി നോക്കിയിട്ട് കാണുന്നില്ല. ഇപ്പോൾ ഈ പല്ലിന് ഈ കുരുകുരുപ്പ് കാണുമായിരിക്കുമല്ലോ, ഇങ്ങനെ കടിക്കാനുള്ള ടെൻഡൻസി വരും ഇവർക്ക്. അപ്പം ഞാനിങ്ങനെ തേങ്ങ ഇടുമ്പം തേങ്ങ പൊതിക്കാനൊക്കെ കൊടുക്കും. പക്ഷേ ഈ പ്രാവശ്യം കൊടുത്ത തേങ്ങ പച്ച തേങ്ങ ആയതുകൊണ്ട് പുള്ളിക്ക് എന്തോ അത് വായിക്കാതുകൊണ്ട് ഇങ്ങനെ പിടിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ആ തേങ്ങ അങ്ങ് ഉപേക്ഷിച്ച് കളഞ്ഞ് ഇന്നിപ്പോൾ രാവിലെ എടുത്തിരിക്കുന്ന ഈ കമ്പാണ്. കണ്ടോ, ഈ കമ്പും കൊണ്ട് ഇങ്ങനെ നടക്കും. അപ്പോഴത്തേന് അതിപ്പോൾ ഞാൻ ചോദിച്ചാൽ ഇങ്ങനെ ഒരു മൂളലാണ്. പിന്നെ പുലി വരുന്ന പോലെ മുഖം കാണിക്കും. ഈ പുലികൾ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ നമ്മൾ ദേഷ്യം വരുമ്പോൾ കാണിക്കത്തില്ല, അതുപോലെ ഇവൻ കാണിക്കും. അപ്പോൾ നമുക്ക് പേടി ഇവനെ തൊടാൻ. കാരണം ഇവൻ യജമാനെ ആണെങ്കിലും കടിക്കുമോ എന്നുള്ളൊരു പേടിയാണ് എനിക്ക്. പക്ഷെ കടിക്കത്തില്ല, ഇവൻ ഇങ്ങനെ പേടിപ്പിക്കും. പക്ഷെ അവൻ്റെ കയ്യിലിരിക്കുന്ന ഒറ്റ സാധനങ്ങൾ നമുക്ക് ബലമായിട്ട് പിടിച്ചെടുക്കാനൊക്കത്തില്ല. അവൻ ഇട്ടേച്ച് പോവുകയാണെങ്കിൽ എടുക്കാം, അല്ലാതെ ഞങ്ങൾക്ക് എല്ലാവർക്കും അവനെ പേടിയാണ് ഗൈസ്. പക്ഷെ എന്ത് ചെയ്യാൻ, അവനാണ് ഞങ്ങളുടെ വീട്ടിലെ രാജാവെന്നും പറഞ്ഞാൽ അവന് പിടിയിരിക്കുന്നത്, അറിയാവോ? ആരോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒച്ച വെക്കാനൊക്കെ, ഒച്ച പുള്ളിക്ക് ഇഷ്ടമല്ല. ഒച്ച വെച്ചാൽ ഉടനെ കുരയ്ക്കും. ഇവിടെ ഒച്ചയൊന്നും നടക്കത്തില്ലെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. അപ്പോൾ അവൻ്റെ ഇതിലാണ് ഞങ്ങളിപ്പം ജീവിക്കുന്നത്. ഞങ്ങളെ നോക്കാൻ കൊണ്ടുവന്നതാണ്, പക്ഷെ ഒരു രക്ഷയില്ല. പുള്ളിനെയാണ് ഇപ്പം ഞങ്ങൾ നോക്കുന്നത്. ഈ അവസ്ഥയൊക്കെ ഉണ്ടോ? അതുകൊണ്ട് തരാൻ പറഞ്ഞിട്ട് മൈൻഡ് പോലും ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയവൻ. എടാ അതിന് താടാ, അത് താടാന്ന് പറഞ്ഞിട്ട് എവിടെ? അതൊന്ന് മേടിക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെ ഇതാണെന്ന് പറയാം. അതുകൊണ്ട് എനിക്ക് പേടിയാണ് സത്യം പറഞ്ഞാൽ. ഇവൻ കുറുകുന്ന കാണുമ്പോഴേ എനിക്ക് പേടിയാണ്. വളർത്തുന്ന നമ്മളത് വന്നിട്ട് ഒരു കാര്യവുമില്ല. കണ്ടോ കടിച്ച് അവിടെ മുറ്റം മൊത്തം കുളമാണ്.